ട്രാൻസ് ഇമേജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഒരേ സമയം നിർമ്മാണവും ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ക്രിസ് എ ചന്ദർ. ഈ സിനിമയുടെ തിരക്കഥാ സംഭാഷണം രചിച്ച് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ വിനോദ് പരമേശ്വരൻ. ഇതില് ഹീറോ ക്യാരക്ടർ, അതായത് സംഗീത വഴി ഒരു സംഗീതകാരനായിട്ടാണ് ഇതിൽ ഹീറോ. സംഗീത് എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. തന്റേതായ ഒരു ഐഡന്റിറ്റി സൃഷ്ടിക്കാനുള്ള പരിശ്രമം നടത്തുന്ന ഒരു സംഗീതകാരനായിട്ട് അഭിനയിക്കുന്നത് നമുക്ക് സുപരിചിതനായ അമീൻ റഷീദ്. ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ചേതന എന്നാണ് ഹീറോയിൻ ക്യാരക്ടറുടെ പേര്. ചെയ്തിരിക്കുന്നത് ടാലന്റഡ് ഡാൻസർ കൂടിയായ റയ പ്രഭു. ഷീസ് ഫ്രം ചെന്നൈ. പിന്നെ ഈ സിനിമയിൽ ഒരു കോച്ചിന്റെ ശക്തമായ വേഷം ചെയ്തിരിക്കുന്നത് വ്യത്യസ്തവും വൈവിധ്യമാർന്ന ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച നമുക്ക് ഏറ്റവും സുപരിചിതനായ ശ്രീ രാജ്മോഹൻ നായർ. ഇതില് ഹീറോയുടെ ഒരു മദർ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മറ്റൊരു സുപരിചിതയായ ആർട്ടിസ്റ്റ് ശ്രീമതി ബിന്ദു തോമസ്. ബിന്ദുവിന്റെ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ നല്ല അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ശക്തമായ കഥാപാത്രത്തെ ചെയ്യുന്നത് മറ്റൊരു സുപരിചിതനായ പ്രകാശ്. അദ്ദേഹം കായംകുളം കൊച്ചുണ്ണി ഫെയിം. ഇപ്പം ഇതൊക്കെ മാറി ഇപ്പം ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങൾ. ഇപ്പം ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ച ശ്രീനാഥ് ബാസിയുടെ കൂടെയെല്ലാം ഒരു ഉഗ്രൻ വേഷം ചെയ്യുന്ന സിനിമകൾ പുറത്തു വരാനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് മിസ്റ്റർ പ്രദീപ് നളന്ത, ഒരു പ്രോമിസിംഗ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോ ഞാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കാനായിട്ട് ഞാൻ മൈക്ക് 4 സീസൺസ് ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ജനുവരി 31 തിയേറ്ററിൽ എത്തുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സിനിമയാണ്. ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു ക്ലീൻ ഫിലിമാണ്. ഈ സിനിമയ്ക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇതിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ സിനിമയിൽ ശ്രുതി മധുരങ്ങളായ 7 ഗാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ മലയാള സിനിമയിൽ പാട്ടിന്റെ വരൾച്ച നേരിടുന്ന ഒരു കാലഘട്ടമാണ്. മിക്ക സിനിമകളിലും പാട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ പേരിന് ഒരു പാട്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഉണ്ടായാൽ ഭാഗ്യം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് 7 പാട്ടുകൾ. അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജാസ് ബ്ലൂസ് ടാങ്കോ മ്യൂസിക്കൽ കോംബോയിൽ ഒരു സിനിമ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ഫെസ്റ്റീവ് മൂഡ് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. പുതിയ ആൾക്കാരും സീസൺഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെയും ഒരു മിക്സ്ചർ ഈ സിനിമ. ബിജു സോപാനം, റിയാസ് നർമ്മകല, രാജ്മോഹൻ ജി, ബിന്ദു തോമസ്, പ്രകാശ്, പ്രദീപ് നളന്ത, ഇപ്പൊ ഇങ്ങനെയുള്ള സീസൺഡ് ആർട്ടിസ്റ്റുകളുടെ കൂടെ പുതുമുഖങ്ങളും അണിചേരുന്ന ഒരു സിനിമയാണ്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം അത് സംസാരിക്കാൻ യോഗ്യരായിട്ടുള്ളവരാണ്